ട്രാവൽ ടാഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുഗൾ ഗാർഡനായ നിഷാദ് ബാഗാണ് കണ്ടത്. ഈ എപ്പിസോഡിൽ നമ്മൾ മുഗൾ ഗാർഡനായ ഷാലിമാറിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഒരു മുസ്ലിം പള്ളിയുടെയും കാണുന്നുണ്ട്. ഹസ്രത്ത് ബാൽ എന്ന ഒരു മുസ്ലിം പള്ളി കൂടിയും നമ്മൾ പോകുന്നുണ്ട്. അവിടെയാണ് പ്രവാചകൻ്റെ മുടി സൂക്ഷിച്ചിട്ടുള്ളത്. ജഹാംഗീർ ചക്രവർത്തി തൻ്റെ പത്നി നൂർജഹാനു വേണ്ടി 1616 പണി കഴിപ്പിച്ച ഷാലിമാറാണ് ശ്രീനഗറിലെ ഏറ്റവും പ്രസിദ്ധമായ പൂന്തോട്ടം. തോട്ടത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിന്നാർ മരങ്ങൾ ജഹാംഗീറും നൂർജഹാനും ചേർന്ന് നട്ടു വളർത്തിയതാണെന്നാണ് പറയുന്നത്. നഗരഹൃദയത്തിൽ നിന്നും 15 കിലോമീറ്റർ അകലെ ദാൾ തടാക തീരത്താണ് ഈ പൂങ്കാവനം. പൂന്തോട്ടം കാണാനെത്തുന്ന സഞ്ചാരികളിൽ പലരും പരമ്പരാഗത കാശ്മീരി വേഷം ധരിച്ച് ഇവിടെ ഫോട്ടോ എടുക്കാറുണ്ട്. ചുറ്റുപാടുകളുടെ ചേർച്ച കൊണ്ടും സംവിധാന രീതിയിൽ പ്രദർശിപ്പിച്ച സാമർഥ്യം കൊണ്ടും ഏതൊരു സഞ്ചാരിയെയും വിസ്മയസ്തബ്ധനാക്കി തീർക്കുന്ന വിശ്വവിഖ്യാതമായ ഈ ഉദ്യാനങ്ങൾ ഹിമഗിരികളുടെ മടിയിൽ ഒരു കൂറ്റൻ കുന്നിനെ മൂടിക്കൊണ്ട് നിലകൊള്ളുന്നു. കുന്നിന്മേൽ പല തട്ടുകളിലായാണ് നിലകൊള്ളുന്നത്. ഒന്നിനു മീതെ മറ്റൊന്നായി സമുദ്രത്തിൽ ഒരേ വലിപ്പത്തിൽ 4 നിലകളിലായിട്ടാണ് ഷാലിമാറിൻ്റെ കിടപ്പ്. പക്ഷേ എവിടെ നിന്ന് നോക്കിയാലും സമനിരപ്പായ ഒരൊറ്റ തോട്ടമാണെന്ന് തോന്നിയുള്ളൂ. താഴത്തെ തട്ടിൽ നിന്ന് നോക്കിയാൽ മുകളിൽ തട്ടിലെ തോട്ടങ്ങൾ കാണുകയില്ല. 4ാം നിലയിൽ കയറി നിന്ന് താഴോട്ട് നോക്കിയാൽ സമനിരപ്പിലുള്ള വിശാലമായ ഒരു ഉദ്യാനം കാണുമെന്നല്ലാതെ തട്ടുകളെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് അവയുടെ സംവിധാനം. എവിടെ തിരിഞ്ഞാലും കലാചാതുരിയോടെ രൂപവത്കരിച്ച പൂക്കളങ്ങളും പൂമെത്തകളും തന്നെ. പൂമരങ്ങൾ വരിതെറ്റാതെ വളർന്നു നിൽക്കുന്നു. ഈ പൗലിൻ്റെ ഉൾഭാഗത്ത് ധാരാളം ചിത്രപ്പണികൾ കാണാം. ഏറ്റവും മുകളിലത്തെ നിലയിൽ 65 അടി സമുദ്രത്തിലുള്ള ഒരു കൃഷ്ണശിലാ മന്ദിരം കാണാം. പ്രേമസങ്കേതം എന്ന പേരിലാണ് മുഗൾ ചക്രവർത്തിമാരുടെ കാലങ്ങളിൽ ഈ ലീലാമന്ദിരം അറിയപ്പെട്ടിരുന്നത്. അന്തപുര സ്ത്രീകളുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി പണിതീർത്ത ഒരു വിവാഹ മണ്ഡപമാണിത്. ഈ മന്ദിരത്തിൻ്റെ ചുറ്റുപാടും 150 ശിലാനാളങ്ങളിൽ നിന്നു ജലധാരകൾ സദാ നിർഗളിച്ചുകൊണ്ടിരിക്കുന്നു. വർഷം പഴക്കമുള്ള ഒരു ചിനാർ മരമാണിത്. ഇതിന് 165 അടി പൊക്കമുണ്ട്.
ഈ കാണുന്നത് ഇവിടുത്തെ ക്യൂൻസ് പവലിയനാണ്. ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് ശ്രീനഗറിൽ തന്നെയുള്ള ഒരു മുസ്ലിം പള്ളിയിലേക്കാണ്, ഹസ്രത്ത് ബാൽ മസ്ജിദ്. ഇതാണ് ഹസ്രത്ത് ബാൽ മസ്ജിദ്. ശ്രീനഗർ പട്ടണത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം ദേവാലയങ്ങളിൽ ഒന്നാണ് ദാൽ തടാകത്തിൻ്റെ പടിഞ്ഞാറേ കരയിലുള്ള ഹസ്രത്ത് ബാൽ മസ്ജിദ്. മുഗൾ ഭരണകാലത്താണ് ഈ മസ്ജിദ് പണികഴിപ്പിച്ചിട്ടുള്ളത്. പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മുഹമ്മദ് നബിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുകേശം കണ്ടുവണങ്ങാൻ അനേകം വിശ്വാസികൾ എത്താറുണ്ട്. ഹസ്രത്ത് എന്ന പേർഷ്യൻ പദത്തിന് ബഹുമാനിക്കപ്പെട്ടതും എന്നും ബാൽ എന്ന കാശ്മീരി പദത്തിന് സ്ഥലം എന്നുമാണ് അർത്ഥം. ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ.